എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അത് ഉടൻ നടക്കുമോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 മലയാള അക്ഷരങ്ങൾ കൂടിയ 2 പദങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെയൊക്കെ ഓർത്ത് അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾ അത്തരത്തിൽ തിരഞ്ഞെടുത്ത ഫയൽ ആദ്യത്തേതാണെങ്കിൽ അതേക്കുറിച്ചാണ് നിങ്ങളോട് ആദ്യം പറയുന്നത്. ആ ഫയൽ തിരഞ്ഞെടുത്ത റീഡിങ് ആദ്യം നോക്കാം. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ഒരുപാട് കാലങ്ങളായി നിങ്ങൾ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നു. അതെപ്പോൾ സാധിക്കും എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ജിജ്ഞാസയാണ്. നിങ്ങളോടൊപ്പമുള്ള പലരും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തപ്പോൾ, ജീവിതത്തിൽ മുന്നേറിയപ്പോൾ നിങ്ങളെ മാത്രം ഭാഗ്യമൊരിക്കലും കനിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട, നിരാശപ്പെട്ട, പ്രതീക്ഷയോടെ അത്തരമൊരു മനസ്സായിട്ട് നിങ്ങൾ ജീവിച്ചു. മറ്റുള്ളവരുടെ അവഗണനകൾ വേണ്ടുവോളം നിങ്ങൾ സഹിച്ചു. എന്തുകൊണ്ട് ഞാൻ മാത്രം ഒന്നും നേടാത്തവളായി മാറിയെന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചു. മറ്റുള്ളവരോട് പറയുവാൻ തന്നെ നിങ്ങൾക്ക് നാണമായി, മോശമായി തുടങ്ങി. നിങ്ങൾ മാത്രം എന്തുകൊണ്ട് ഇതുവരെ രക്ഷപ്പെട്ടില്ല? അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മാത്രം എന്തുകൊണ്ട് സാധിച്ചില്ല? ജീവിതത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് ആ ഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഒക്കെ ആ സൗഭാഗ്യം എത്തിയില്ല. പലപ്പോഴും അതിനുവേണ്ടി കാത്തു നിന്നപ്പോഴും ആ പ്രതീക്ഷയുടെ ആ മഴ, ആ പ്രതീക്ഷ, ആ സൗഭാഗ്യം കടന്നു വന്നില്ല. പക്ഷേ ഇനി പരീക്ഷണങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് എത്തുകയാണ്. അത് വ്യക്തിയാകട്ടെ, അധികാരമാകട്ടെ, സ്ഥാനമാനങ്ങളാവട്ടെ, അർഹതപ്പെട്ടത് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇതിനു മുമ്പ് ലഭിക്കാത്തതിനെ ഓർത്ത് ഇനി നിങ്ങൾക്ക് ആശങ്കപ്പെടേണ്ടി വരില്ല. കാരണം ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് മുൻപ് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളുമൊക്കെ വലിയ തോതിലുള്ള, അളവിലുള്ള ഭാഗ്യമാണ്. അത് കോരിച്ചൊരിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓടിയെത്തും. ആർക്കും അത് തടയാൻ കഴിയില്ല. അതിൻ്റെ സൗഭാഗ്യം നിങ്ങളിലേക്ക് കൃത്യമായി തന്നെ വന്ന് വർഷിക്കുക തന്നെ ചെയ്യും. മനസ്സിലുണ്ടായ ദുഃഖങ്ങൾ ഒക്കെ മാറ്റിക്കൊള്ളുക. പ്രതീക്ഷയോടെ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് കനിഞ്ഞു നൽകുന്ന ഐശ്വര്യം, സൗഭാഗ്യം അത് അനുഭവിച്ചു കൊള്ളുക. എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തേക്ക് സൗഭാഗ്യം വരുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു. നിങ്ങളൊരിക്കലും വിചാരിച്ചില്ല അതെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന്. തീർച്ചയായിട്ടും അത് കടന്നു വരിക തന്നെ ചെയ്യും. 2ാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ് നാം പറയുന്നത്. ഒരുപാട് കഴിവുകളുണ്ടായിട്ടും, ഒരുപാട് ഭാഗ്യങ്ങളുണ്ടായിട്ടും ആ ഭാഗ്യങ്ങളും കഴിവുകളും യഥാവിധി ഉപയോഗിച്ചില്ല. വിശ്വസിച്ചവരെല്ലാം വഞ്ചിച്ച് നിങ്ങളിൽ നിന്ന് കടന്നുപോയി. ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകിയ കഴിവുകൾ യഥാസമയത്ത് ഉപയോഗിച്ചില്ല. അത് ഉപയോഗിക്കാതെ പോയതിൻ്റെ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ തന്നെ വിചാരിച്ചു, ഞാൻ ഒരുപാട് ജീവിതം തകർത്ത് കളഞ്ഞതാണ്, നശിപ്പിച്ച് കളഞ്ഞതാണ്. എല്ലാവർക്കും ലഭിക്കാത്ത സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ലഭിക്കാത്ത ഭാഗ്യങ്ങളും എനിക്ക് ലഭിച്ചിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ, ഒരുപാട് നഷ്ടങ്ങളുണ്ടാക്കി. ഒരിക്കൽ പോലും ഞാൻ ഓരോ കാര്യത്തോട് കൃത്യമായി ചെയ്യേണ്ടത് ചെയ്തില്ല. അതിൻ്റെ ഫലം ഞാനിന്ന് അനുഭവിക്കുകയാണെന്ന് നിങ്ങളുടെ മനസ്സ് തന്നെ പറയുന്നുണ്ട്. ഇനിയും ആ അവസരങ്ങൾ, ആ സൗഭാഗ്യങ്ങൾ മുന്നിലേക്ക് വരുമോ? മുൻപ് പ്രതീക്ഷയുണ്ടായ സമയത്ത് ജീവിതത്തെ ഉപയോഗപ്പെടുത്താതെ പോയ ഒരു വ്യക്തിയുടെ കുറ്റബോധം നിറഞ്ഞ വളരെ കുറഞ്ഞ പ്രതീക്ഷയാണ് നിങ്ങളിലുള്ളത്. പക്ഷെ നിങ്ങളൊന്ന് ഓർക്കുക, എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾക്ക് നേടാൻ കഴിയാത്തത്, പ്രതീക്ഷയുടെ എല്ലാ സമൃദ്ധിയും കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ
അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പോലും പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിലില്ലാത്തൊരു കാലഘട്ടത്തിൽ ആ സൗഭാഗ്യങ്ങൾ നടക്കാൻ പോവുകയാണ്. നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. എവിടെയായിരുന്നു ഇതുവരെ ഈ സൗഭാഗ്യങ്ങൾ? എവിടെയായിരുന്നു ഈ സ്വപ്നതുല്യമായ അവസരങ്ങൾ? ഒന്നുമില്ല, എല്ലാം തകർന്നെന്ന് എല്ലാവരും മുദ്ര കുത്തിയ നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ കരിയറിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷകളുടെ ഒരു വലിയ വർഷം ഉണ്ടാകുന്നു. എനിക്ക് ഇത്രയൊന്നും വേണ്ട എന്ന് നിങ്ങൾ പറയുന്ന അവസരം ഉണ്ടാവും. നോക്കിക്കൊള്ളുക, സൗഭാഗ്യം കവിഞ്ഞൊഴുകുന്ന ഓരോ ദിനങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.